15-16 നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ യൂറോപ്പിലുണ്ടായിട്ടുള്ള റിനൈസൻസ് നവോത്ഥാനത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇസ്ലാം എന്ന നവോത്ഥാന പ്രക്രിയ. തലമുറകളിലേക്ക് ഇസ്ലാമിനെ യഥാവിധി കൈമാറുന്ന പ്രക്രിയയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. തലമുറകളിലേക്ക് ഇസ്ലാമിനെ യഥാവിധി കൈമാറുന്ന പ്രക്രിയയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ഇടയ്ക്കിടെ ഉറക്കവും ഉണർവും ഉണ്ടാവാറുണ്ട്. നീണ്ട നിദ്രക്കൊടുവിലുണ്ടാകുന്ന ഉണർവിന്റെ പൊൻപുലരിയാണ് നവോത്ഥാനം. പക്ഷേ എല്ലാ ഉണർവുകളും എല്ലാ നവോത്ഥാനങ്ങളും ഇസ്ലാഹായി കണക്കാക്കാൻ പറ്റില്ല. പ്രമാണബദ്ധമായ മതജീവിതത്തിലൂടെ കാലത്തോടൊപ്പം വളരുമ്പോൾ സാധ്യമാകുന്നതാണ് ഇസ്ലാം. പ്രമാണബദ്ധമായ മതജീവിതത്തിലൂടെ കാലത്തോടൊപ്പം വളരുമ്പോൾ സാധ്യമാകുന്നതാണ് ഇസ്ലാം. പ്രവാചകന്മാർ നിർവഹിച്ചത് ഇസ്ലാഹാണ്. ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്തും മദ്ഹബിന്റെ ഇമാമുകാർ നിർവഹിച്ചതും ഇസ്ലാഹാണ്. ആധുനിക ഇസ്ലാഹിന്റെ അടിത്തറ പാകിയത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഇസ്ലാമിക ചരിത്രത്തിലെ നവോത്ഥാന കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. 15-16 നൂറ്റാണ്ടിലുണ്ടായ യൂറോപ്യൻ നവോത്ഥാനത്തിന് അസ്ഥിവാരമിട്ടത് ഇസ്ലാമിക ലോകം പടച്ചുവിട്ട വിജ്ഞാനങ്ങളാണ്.